ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലെ അത്യാവശ്യം കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കാറ്ററിംഗ് ഉള്ള ദിവസമാണ് കേട്ടോ. ഒരു 3 കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ബിരിയാണി റെഡിയാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ ഒരു. അപ്പോൾ നേരത്തെ ബിരിയാണി കൊടുക്കും വേണം. അപ്പോൾ സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചിക്കൻ വാങ്ങിച്ചിട്ടില്ലേന് കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങിക്കണം. ചിക്കൻ പിന്നെ ബാബു ഇവിടെ ഉള്ളതുകൊണ്ട് ബാബു കൊണ്ടുവന്ന് തരും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ പോകണം ചിക്കൻ വാങ്ങിക്കാനും. അതേപോലെ നമ്മളെ മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ സാധാരണ ഇങ്ങനെ കാറ്ററിംഗ് ഒക്കെ ഉള്ള ദിവസം ദോശമാവോ എന്തെങ്കിലുമൊക്കെ തലേ ദിവസം റെഡിയാക്കി വെക്കലുണ്ട്. എന്നാൽ പിന്നെ രാവിലെ നമുക്ക് ചുട്ടാൽ മതി, മാവൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചീയപ്പല്ലേ അതാണ് കേട്ടോ, നീർദോശ അതാണിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ അരിയൊക്കെ അരച്ച് മാവൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം അടുപ്പ് കത്തിച്ച് അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരം വെളുത്താണ് കിട്ടൂല. ഇനി കുറച്ചൊന്ന് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വെളിച്ചം വെക്കും കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6:10 ആയിട്ടുണ്ട്. ഞാൻ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം കിച്ചണിക്ക് വന്നപ്പം നേരമൊക്കെ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു 6:10 കഴിക്കുന്നുണ്ട് സമയം. അപ്പോൾ കണ്ടോ വെളിച്ചം വെച്ച് വരുന്നുണ്ട്. എന്നാലും രാവിലെ കുറച്ച് നേരത്തെ ഇങ്ങനെ കിച്ചണിക്ക് വരുമ്പോഴേ നമ്മളെ കിച്ചൺ പുറത്താണല്ലോ, വിറകടുപ്പ് പുറത്താണല്ലോ. അപ്പോൾ വാതിലൊക്കെ തുറക്കുമ്പോൾ തന്നെ പക്ഷികളുടെ സൗണ്ടും അങ്ങനെയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ, അതേപോലെ പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ താഴെ ആ തൊടിയിൽ. അപ്പോൾ അതിറ്റുള്ള കരച്ചിലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു എന്തോ പോലെയാണ് ഒരു. അതേപോലെ തന്നെ ഈ മഞ്ഞൊക്കെ മൂടി കിടക്കണ പ്രകൃതിയൊക്കെ കാണുമ്പോഴേ ഒരു മനസ്സിനൊരു കുളിർമയാണ്. ശരിക്കും ഇങ്ങനെ പുറത്തൊരു അടുപ്പുണ്ടായില്ലേ നമുക്ക് ആസ്വദിച്ച് കുക്ക് ചെയ്യാം. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളിലുള്ള അടുപ്പിനെക്കാട്ടിലും സുഖം ഇങ്ങനെ പുറത്ത് അടുപ്പുണ്ടാക്കുമ്പോഴാട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം ഞാനിപ്പോൾ നമ്മളെ വീട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എത്ര ഒരു 6-7 വർഷമൊക്കെ ആയിക്കാരും ചിലപ്പോൾ. അപ്പോൾ അന്നേനെ ഞാൻ പറഞ്ഞിനി അകത്തടുപ്പ് വേണ്ട പുറത്ത് മതിന്ന്. അകത്തടുപ്പ് വേണ്ടെന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിൽ ആലുവ അടുപ്പ് കത്തിക്കാൻ കൊള്ളൂലേനി കേട്ടോ. അപ്പോൾ വെറുതെ പൈസയൊക്കെ മുടക്കിയാണ്ട് നമ്മൾ ആലുവ അടുപ്പൊക്കെ ഉണ്ടാക്കിയത് കാണാനുള്ളൊരു ഭംഗിക്ക് മാത്രമേ പറ്റുള്ളൂ. ചിലരത് നല്ലതാവും കേട്ടോ. നമ്മൾ അടുപ്പ് ഉണ്ടാക്കിയത് ശരിയാവായിട്ടാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതാണ് എനിക്ക് അകത്തടുപ്പ് വേണ്ട പുറത്ത് മതി, ഇതേപോലെ ഒഴിഞ്ഞൊരടുപ്പ് മതി എന്ന് പറഞ്ഞേന് കേട്ടോ. അങ്ങനെ അന്ന് ഉണ്ടാക്കിയതാണ് ഈ അടുപ്പ്. അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പുറത്തടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലതാണ് കേട്ടോ. പക്ഷേ പുക വരരുത്. പുക വരാൻ ഇതൊന്നാമത് പുക ഇപ്പോൾ വരാത്തത് ഇപ്പോൾ ഞാൻ ഷീറ്റ് അഴിച്ചിട്ടിട്ടാണ്. ഇല്ലേ കിച്ചണിക്ക് പുക വരും. ഇനി നമ്മളിവിടെ ഷീറ്റൊക്കെ ഇട്ട് മേയുമ്പോൾ കുറച്ച് നല്ലോണം ഉയർത്തിയിട്ട് വേണം മേയാനൊക്കെ. അല്ലെങ്കിൽ താഴ്ന്ന് കടന്നു കഴിഞ്ഞാൽ കിച്ചണിക്ക് പുക വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാണ് ഉണ്ടാക്കിയാൽ മതി. എന്നാൽ പിന്നെ അങ്ങനെ വലിയ പുക ശല്യം ഉണ്ടാവില്ല. നമ്മളടുപ്പ് ഇപ്പം ഇങ്ങനെ അടക്കണത് മഴയും വെയിലൊക്കെ കൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചാൽ നല്ല ഉഷാറായിക്കാരം. അപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ടേനി. അപ്പോൾ ഞാൻ കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചിട്ടോ. ചായ കുറച്ച് നേരത്തെ ഉണ്ടാക്കിനി. ബാബുവിന് ചായയൊക്കെ കൊടുത്ത് ബാബു കുട്ടികളുടെ അടുത്ത് പോയാണ് അവിടെ കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കിച്ചണിക്ക് ഇറങ്ങിപ്പോന്ന്. അങ്ങനെ അപ്പം ചുടുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, അപ്പം ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്താ അറിയില്ല, ഇന്ന് രാവിലെ വല്ലാത്ത വിശപ്പ്. പിന്നെ നമുക്ക് കാറ്ററിങ്ങിനുള്ള ബിരിയാണിക്കുള്ള വെളുത്തുള്ളിയൊക്കെ തൊലി കളയണമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്നീനി കേട്ടോ. ഇപ്പോൾ കണ്ടോ എത്ര എളുപ്പം കൊണ്ടാണ് വെളിച്ചം വെച്ചതില്ലേ. ഞാൻ അപ്പം ചുട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ചുടണമുണ്ട്, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലി കളയണമുണ്ട്. പിന്നെ എന്തൊക്കെയോ ആലോചിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സലാത്തോ ദിക്റോ ഒക്കെ ചൊല്ലി അങ്ങനെ ഒറ്റക്കാവുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ പണികളൊക്കെ എടുക്കുക. അങ്ങനെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞു, വെളുത്തുള്ളി തൊലി കളയലും കഴിഞ്ഞു, ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ബാബു ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനി അങ്ങനെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കൽ ചായ എടുത്ത് കൊടുക്കട്ടെ കരുതി. അപ്പോൾ അപ്പോഴത്തേക്ക് ഇനി കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കറി ഇന്നലെ രാത്രി ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ ബീഫ് കറി ഉണ്ട്. ഇതിൽ ബീഫിൻ്റെ കഷ്ണങ്ങളൊന്നുമില്ല, കിഴങ്ങൊക്കെ ഉണ്ട്, ബീഫൊന്നുമില്ല കേട്ടോ. എന്നാലും അത് മതി അറിഞ്ഞാണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ആ കറിൻ്റെ വെള്ളം കിട്ടിയാൽ മതി. വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ
ബാബുവിന് ചായയൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ വാങ്ങിച്ചിരുന്നുള്ളത്, ആ ചെറിയ കവറിലുള്ള ചിക്കൻ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ളതാണ് കേട്ടോ. ഇത് പുറത്തൊക്കെ കൊടുക്കാനുള്ള ചിക്കനും. അപ്പോൾ അത് ഞാൻ എന്താ ഒരു ചെമ്പക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിവിടെ കഴുകി വെക്കട്ടെ. ചിക്കൻ കഴുകാനാണ് സമയം ഒരുപാട് എടുക്കുക. അപ്പോൾ എന്താ നേരത്തെ കൊടുക്കുവാണല്ലോ ബിരിയാണി, അപ്പോൾ വേഗം ഓരത് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങളെ ചിക്കൻ ഞാൻ പിന്നെ അകത്ത് കൊണ്ടുപോയി വെച്ചത്, പിന്നെ ആക്കും പോലെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഓരോ പീസ് എടുത്തുകൊണ്ട് ഞാൻ കഴുകണുണ്ട്. തൂവൽ ഉണ്ടാവുമോ എന്നൊരു പേടിയാണ് കേട്ടോ എനിക്ക്. നല്ലോണം വെള്ളം ഒഴിച്ചാണ്ട് ആദ്യം ഒരു 2 പ്രാവശ്യം ഒന്നുകൊണ്ട് വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് തിരുമ്മി കഴുകി എടുക്കും. അപ്പോൾ തൂവലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മേലെ പൊങ്ങി കിടക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഒരു സമാധാനം കിട്ടില്ല. ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ വലിച്ച് അതിമുള്ള ആ ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വലിച്ചെടുത്താണ്ട് കഴുകുമ്പോൾ ഒരു മനസ്സൊക്കെ സംതൃപ്തിയാണ്. അപ്പോൾ ഇതാ അതേപോലെ ഞാൻ ഒക്കെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ബീഫാകുമ്പോൾ പിന്നെ നമുക്ക് ഇത്ര റിസ്ക് ഉണ്ടാവില്ല. ബീഫിന് പിന്നെ വല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ, അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളൂ. അല്ലാതെ ചിക്കൻ്റെ പോലെ അങ്ങോട്ട് കഴുകാണ്ടാവില്ല. തൂവലുണ്ടോ ഇല്ലെന്നൊന്നും നോക്കണ്ടല്ലോ ബീഫിലാവുമ്പോൾ. അങ്ങനെ ഇതാ ചിക്കൻ ഞാൻ നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിക്ക് എത്രയാണ് താത്ത ഒരു കിലോന് വാങ്ങിക്കലെന്ന് കുറേ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കണവർക്കൊക്കെ റിപ്ലൈ കൊടുക്കലുണ്ട്, ഞാൻ കാണുന്നവർക്കൊക്കെ. ആദ്യം ഞാൻ 750 കഴിഞ്ഞിട്ട് വാങ്ങിച്ചിരുന്നത്. ഇപ്പം ഞാൻ 800 രൂപയാണ് ഒരു കിലോന് വാങ്ങിക്കണത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ചിക്കന് നല്ല റേറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് മുതലാവില്ല. അരിക്കും അതേപോലെ അരി ഞാൻ കൈമ റൈസാണ് യൂസ് ചെയ്യല്, അപ്പോൾ അതിനും 100 രൂപേൻ്റെ മേലൊക്കെ റേറ്റ്. പിന്നെ അത് മാത്രം പോരല്ലോ, നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറേ സാധനങ്ങൾ വേറെയും വേണ്ടേ. അപ്പോൾ നമ്മളെ ഇതിനനുസരിച്ചിട്ട് ചിലവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എന്താ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. ഓർക്കും നഷ്ടം ഉണ്ടാവരുത്, കൊണ്ടുപോകണവർക്കും നഷ്ടം ഉണ്ടാവരുത്, ഉണ്ടാക്കി കൊടുക്കണം നമുക്കും നഷ്ടം ഉണ്ടാവരുത്. 2 കൂട്ടർക്കും മനസ്സിന് സന്തോഷമാവണം. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നോക്കിയിട്ടൊക്കെ പൈസയൊക്കെ വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മളവിടെ റേറ്റ് ആവില്ല, കുറച്ച് വിട്ടില്ലോൽക്കൊന്നും. ബീഫിനൊക്കെ ചില ആൾക്കാരൊക്കെ പറയണൊക്കെ നമ്മളവിടെ 320 ഉണ്ട് 340 ഉണ്ട് കേട്ടോ ഒരു കിലോന്. ചില ആൾക്കാരൊക്കെ പറയും അവിടെ 400 ആണ് 420 ആണ് എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. ചിക്കൻ്റെ റേറ്റ് ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. നമ്മളവിടെ 145 അങ്ങനെയൊക്കെയാണ് ഞാൻ അത് വാങ്ങിയപ്പോൾ. അത് 1 കിലോ കോഴിക്കാണ് കേട്ടോ. 1 കിലോ കോഴി വാങ്ങിച്ച് നമ്മൾ തൂക്കി കഴിഞ്ഞാൽ അതിൽ 1 കിലോ ഇറച്ചി ഉണ്ടാവില്ല. കാരണം അതിൻ്റെ തൂവലും കാര്യങ്ങളും വേസ്റ്റും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇറച്ചി ആയിട്ടല്ലേ വാങ്ങിക്കൽ, ഞാൻ കോഴി അങ്ങനെ വാങ്ങിക്കലാണ് കേട്ടോ. പക്ഷേ ആ ഇറച്ചി ഞാൻ തൂക്കിയിട്ട് ഇപ്പോൾ 3 കിലോനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ 3 കിലോ ഓരോട് തൂക്കിച്ചിട്ട് ആ 3 കിലോ മാറ്റി വെക്കും. പിന്നെ അതിൽ ചിലപ്പം 2 കോഴിയൊക്കെ തൂക്കിക്കാണെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് വേറൊരു കവറിലാക്കിയിട്ട് തരും അപ്പോൾ അത് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് കൊടുക്കും. അങ്ങനെ കേട്ടോ ചെയ്യൽ. അതേപോലെ അതിൻ്റെ പാർട്സും കാര്യങ്ങളൊന്നും അതിക്കിടലില്ല. അങ്ങനെ എൻ്റെ സവാള തൊലിയാളയിലും അതേപോലെ തക്കാളി അരിഞ്ഞെടുത്തു, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് പച്ചമുളകും ഒക്കെ ചതച്ചൊക്കെ റെഡിയാക്കിട്ടോ. എല്ലാ ഇതും കഴിഞ്ഞിട്ടുണ്ട്, ഇനി കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നാരങ്ങ വരെ പിഴിഞ്ഞ് വെച്ചിട്ടോ ഞാൻ അടുപ്പ് കത്തിക്കാൻ വരല്. എന്നാൽ പിന്നെ എളുപ്പമുണ്ട് നമ്മൾ കുക്കിങ്ങിന്. അങ്ങോട്ടും ഇങ്ങോട്ടും സമയം പോവില്ല, പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കഴിയും ചെയ്യും. അപ്പോൾ ഞാൻ ചെമ്പ് വേഗം അടുപ്പ് കത്തിച്ചാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ചിക്കൻ ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ചിക്കനിൽ മസാല തേച്ച് വെച്ചിന് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് സുർക്കയും ചേർത്താണ്ട് അങ്ങനെ കൂട്ടി വെച്ചതാട്ടോ. സുർക്ക ചേർത്താണ്ട് മസാല തേച്ച് വെച്ചാലേ ചിക്കൻ അങ്ങനെ ഉടയൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സുർക്ക ചേർക്കുന്നത്. തോനെയൊന്നും ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചാൽ ചിക്കൻ ഇതാ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എണ്ണയും തന്നെ ഒരുപാടൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കലില്ല, കുറച്ച് ഒഴിക്കലുള്ളൂ കേട്ടോ. ആ എണ്ണയിൽ തന്നെയാണ് ഇനി സവാള വഴറ്റിയെടുക്കും ചെയ്യുക. അപ്പോൾ ഇനി അത് ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. നല്ലോണം അങ്ങോട്ട് മൊരിച്ചെടുക്കുകയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് 2 ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കും, അതൊന്ന് ഉടയാതെക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതേപോലെ പച്ചക്ക് ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടൊരു മസാല ഒന്നും പിടിക്കാത്ത പോലെ ഒരു വെള്ള കളറായിട്ട് കാണും ചിക്കൻ. ഞാനങ്ങനെ മുളക് പൊടിയൊന്നും വല്ലാതെ യൂസ് ചെയ്യലില്ല കേട്ടോ ബിരിയാണിക്ക്. പച്ചമുളകിൻ്റെ എരിവും കുരുമുളക് പൊടിൻ്റെ എരിവുമാണ് ഉണ്ടാവുക. മുളക് പൊടിൻ്റെ എരിവ് ഉണ്ടായാൽ നമ്മളെ ബിരിയാണീൻ്റെ ടേസ്റ്റ് മാറും. ഒരുപാട് മസാലയൊക്കെ ഇട്ട് കൊടുത്ത ഒരു കുത്തലേക്കാരം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയായിട്ടോ ഞാൻ പറയണത്, എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് ആ ഒരു എണ്ണയ്ക്ക് ഇനി സവാള ഇട്ട് കൊടുക്കുക. ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ വേണം കേട്ടോ സവാള വാട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പം നമ്മളെ ചെമ്പൊക്കെ അത്ര വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ എണ്ണ വേണം മസാലയ്ക്ക്. വേറെ ഇനി നമ്മൾ ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണില്ല.
ആ എണ്ണയിൽ നിന്ന് മാറ്റണമില്ല കേട്ടോ. അപ്പോൾ സവാള ഇട്ട് കൊടുത്തു. പിന്നെ ഇതിങ്ങനെ അടിയിൽ പിടിക്കണ പോലെ തോന്നും ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു എണ്ണയ്ക്ക് സവാള ഇടുമ്പോൾ. അപ്പോൾ ഞാൻ വേഗം തക്കാളി അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പം ആ തക്കാളിൻ്റെ പുളി തട്ടുമ്പോഴേ ആ ചെമ്പിൻ്റെ അടിയിലൊക്കെ ഇനി ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിക്കണമെങ്കിലും അത് വേഗം ഇങ്ങനെ ഇളകി പോരും, അങ്ങനെ അടി പിടിക്കൂല. അപ്പോൾ എനിക്ക് ഹെൽപ്പിന് ആളുള്ളതുകൊണ്ടേ പണി പെട്ടെന്ന് തീർന്നു കഴിഞ്ഞിട്ട് ഒന്ന് ബാബും കൂടെ ഉണ്ടായതുകൊണ്ട് രണ്ടാളും കൂടിയിട്ട് കുക്ക് ചെയ്യുമ്പോഴേ പെട്ടെന്നാവും. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വഴന്ന് വന്നതിന് ശേഷം വേണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് ചേർക്കാൻ. ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ, സവാളയും തക്കാളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്നും കറക്റ്റ് അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ, നമ്മളെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും ബിരിയാണി ഉണ്ടാക്കിയ വീഡിയോസ്. അപ്പോൾ ഇന്ന് വേറെ റെസിപ്പീസും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുക പുറത്തേക്കുള്ള ഓർഡർ കിട്ടിയതല്ലേ, അപ്പോൾ ഇനി അതാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കുള്ള ഫുഡ്. ഇതാണ് ദമ്മിട്ട് വെച്ചാൽ പിന്നെ കുറേ പാത്രങ്ങളുണ്ടാവും കഴുകാൻ, അതൊക്കെ കഴുകി വെച്ച് അതിൻ്റെ അടിയിൽ കൂടെ നമുക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തന്നെ കേട്ടോ നെയ്ച്ചോറും അതേപോലെ ഇതിൻ്റെ അടിയിൽ ഒരു മധുഹൂത്ത് ഉണ്ടാക്കലും. ഇന്നലെ പള്ളിയിൽ നിന്ന് ചോറ് കിട്ടി, അതും നെയ്ച്ചോറാണ്. അപ്പോൾ ഇന്ന് ചോറും സാമ്പാറൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചിനി. അപ്പോൾ ഇന്ന് നടക്കൂല, സാമ്പാറും ചോറും ഒന്നും ഉണ്ടാക്കലൊന്നും നടക്കൂല. നെയ്ച്ചോറായാൽ പിന്നെ എളുപ്പമുണ്ട്, ചിക്കനും ഉണ്ടല്ലോ. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു, അതേപോലെ തൈര് ഒഴിച്ചു കൊടുത്തു. മസാലപ്പൊടികൾ ഇട്ടീനിട്ടോ, അതിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മസാലപ്പൊടികൾ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തീനും, അതേപോലെ പെരിഞ്ജീരകം പൊടിച്ചതും കുരുമുളക് പൊടി, ബിരിയാണി മസാലയും. ബിരിയാണി മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ബിരിയാണി മസാലയാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഒക്കെ കൂടെ ചേർത്ത് ആ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം തൈരും നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്തു, ഒക്കെ മിക്സാക്കി കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ ചിക്കൻ അങ്ങനെ ഉടയൂല കേട്ടോ, നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തതുകൊണ്ടേ. അപ്പോൾ ഇനി ഇത് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം, എന്നിട്ട് നമുക്ക് അരി തിളപ്പിച്ചൂറ്റല്ല വെള്ളം അടുപ്പത്ത് വെക്കാം. അപ്പോൾ ചിലർ പറയും വറ്റിച്ചിട്ട് വെക്കുന്ന ബിരിയാണിയാണ് ടേസ്റ്റ് കൂടുതൽ, ചില ആൾക്കാർ പറയും തിളപ്പിച്ചൂറ്റി ഉണ്ടാക്കുന്ന ബിരിയാണി, അരി തിളപ്പിച്ചൂറ്റി ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് ടേസ്റ്റ് എന്ന്. അപ്പോൾ രണ്ടും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അരി തിളപ്പിച്ചൂറ്റി വെക്കുന്ന ബിരിയാണി ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്. ഇനിയിപ്പോൾ വറ്റിച്ചുണ്ടാക്കണവർക്ക് ഒരു തേക്കാൻ അങ്ങനെ പറയുമ്പം, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിന്ന് വറ്റിച്ചുണ്ടാക്കല്ലേ പറഞ്ഞു. അപ്പോൾ ബാബു പറഞ്ഞു വേണ്ട തിളപ്പിച്ചൂറ്റിയാണ്ട് ഉണ്ടാക്കിക്കോ പറഞ്ഞു, അതിനാണ് ടേസ്റ്റ് കൂടുതൽ പറഞ്ഞു മൂപ്പര് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഒരു പറഞ്ഞ വാക്ക് നമ്മൾ കൊള്ളാതൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതേപോലെ തന്നെ ആയിക്കോട്ടെ എഴുതിയാണ്ട് ആ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അയക്കും അതേപോലെ മല്ലിയിലയും പുതിനയിലൊക്കെ കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഉപ്പും കുറച്ച് നാരങ്ങ നീരും അതേപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം തിളച്ച അപ്പം തന്നെ അരി ഇട്ട് കൊടുക്കുമ്പോഴേ പെട്ടെന്ന് ഇളക്കിയിട്ടില്ലെങ്കിൽ അരി ഇങ്ങനെ കട്ട കെട്ടിയാണ്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളൊന്നും വേവൂല, ആ അരിൻ്റെ ഉള്ളൊന്നും വേവൂല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളക്കട്ടെ, വെള്ളം തിളച്ചിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയിൽ ഞാൻ ഉപ്പും മുളകും പുളിയും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കും. അപ്പോൾ പുളിയൊക്കെ പാകമാണ്, അതേപോലെ ഉപ്പും എല്ലാം പാകമാണ്. ഇനി വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ആ മധുരവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ആൾക്കാർ ബിരിയാണീൻ്റെ എസൻസ് ചേർക്കും, അതേപോലെ അജിനാമോട്ടോ ചേർക്കും. നമ്മൾ അതൊന്നും ചേർക്കണില്ല കേട്ടോ. നമ്മൾ വീട്ടിലത്തെ ബിരിയാണി എന്ന് പറയുമ്പം ഒന്നും ചേർക്കാതെ സാധാ ബിരിയാണിയാണ്. ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ടാണ് വീട്ടിലത്തെ ബിരിയാണിക്ക് ഓർഡർ കിട്ടണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും ചേർക്കാറില്ല, നമ്മളത് ഇങ്ങനെ തന്നെ കേട്ടോ. പിന്നെ റോസ് വാട്ടർ ചേർത്തിന് ഞാൻ ആദ്യം. ഇപ്പം ഞാൻ സാധനങ്ങൾ വാങ്ങിക്കണ കടയിൽ നിന്ന് എനിക്ക് റോസ് വാട്ടർ കിട്ടലില്ല. അത് നമ്മൾ ചോറ് ദം ചെയ്തെടുക്കുമല്ലോ, ദം ചെയ്തെടുക്കുന്ന സമയത്ത് ലെയറായിട്ട് ഇങ്ങനെ കുറച്ച് റോസ് വാട്ടർ ഇങ്ങനെ തളിച്ചു കൊടുത്താലേ ബിരിയാണി കുത്തുന്ന സമയത്തൊക്കെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറൊക്കെയാണ്. ഇപ്പോൾ കുറേ ആയിട്ടോ എനിക്ക് കിട്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കണ കടയിലില്ല. പിന്നെ വേറെ കടയിൽ നിന്ന് ഞാൻ അത് അത്ര അങ്ങോട്ട് ഇതായിട്ട് വാങ്ങിച്ചിട്ടുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അരി ഇതാ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അരി കഴുകണ വെള്ളം എൻ്റെ തെങ്ങിനുള്ളതാട്ടോ. അത് ഞാൻ ഇങ്ങനെ ഒരു ബക്കറ്റിക്ക് ഒഴിച്ചു കൊടുക്കും, എന്നിട്ട് തെങ്ങിന് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ്. എന്നാൽ പിന്നെ തെങ്ങ് നനയ്ക്കാനായിട്ട് നിൽക്കും വേണ്ട, വെള്ളം വേസ്റ്റ് ആക്കണ വെള്ളമല്ലേ, അപ്പം അത് അതിനാണ് ഒഴിച്ചു കൊടുക്കും ചെയ്യും. പിന്നെ ഇതാ വെള്ളമൊക്കെ തിളച്ചിന് കേട്ടോ. അപ്പോൾ അരി ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ നെയ്യൊന്ന് ഉരുകാൻ വേണ്ടിയിട്ട് ആ ബോട്ടിൽ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചത്, അതിന്മേലാകെ കരിയും പിടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നെയ്യ് ഉരുക്കി ചേർക്കുമ്പോൾ അങ്ങനെ
എല്ലായിടത്തും ആവുമല്ലോ, ഉരിക്കാതെ ചേർക്കുമ്പം ഇങ്ങനെ കട്ട കട്ടയിക്കാരും. പിന്നെ സാലഡൊക്കെ ബാബു റെഡിയാക്കുന്നുണ്ട് കേട്ടോ. എന്താ സവാളയും തക്കാളിയും തക്കാളിയല്ല, ക്യാരറ്റ് അതേപോലെ കക്കരി ഒക്കെ കട്ട് ചെയ്ത് പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് തൈരൊക്കെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരും കൂടി ഹെൽപ്പ് ചെയ്യണതുകൊണ്ടേ നമുക്ക് എന്താ പറയുക, അങ്ങനെ വലിയ റിസ്ക് ഉണ്ടാവില്ല. എന്നാൽ ഒരു 10-11 മണിയാകുമ്പോഴത്തേന് ഇപ്പോൾ കൊടുക്കാനുള്ള ബിരിയാണി അല്ലേ ഇത്, അപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടിയില്ലേ. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഈ ഒരു കാറ്ററിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യണില്ലെങ്കിൽ ആ വരുമാനം നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടു ജോലിയൊക്കെ എടുക്കണതിൻ്റെ ഇടയിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതല്ലേ. പിന്നെ ചില സ്ത്രീകൾക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാനൊക്കെ, പക്ഷേ ഹസ്ബൻഡുമാർ സമ്മതിക്കൂല. അതേപോലെ ഒരു ഹസ്ബൻഡ് തന്നെ കേട്ടോ. എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബാബുവിനും ഒന്നും പറ്റൂല. ഞാൻ പുറത്തേക്ക് ഇറങ്ങണതോ എന്തെങ്കിലും ജോലിക്ക് പോകണതോ അല്ലെങ്കിൽ ഇങ്ങനെ കാറ്ററിങ് എടുക്കണതോ ഒന്നും പറ്റൂല. പിന്നെ അങ്ങനെ റെഡിയായി വന്നതാണ് കേട്ടോ. അതേപോലെ നിങ്ങൾ ഹസ്ബൻഡുമാർ സോപ്പിട്ട് നിർത്തിക്കോളി. പിന്നെ നമ്മൾ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണെന്നൊക്കെ അറിയുമ്പം ഓരും നമ്മളെ സപ്പോർട്ട് ചെയ്തോളും. നമ്മൾ വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചടച്ചിരിക്കല്ലേ. അപ്പോൾ നമുക്കൊരു വരുമാനമായി. ഇതേപോലെ അങ്ങനെ ചടച്ചിരിക്കേണ്ട ആവശ്യമില്ല. ചടച്ചിരിക്കൊന്നും ആവില്ല, എന്തായാലും നമുക്ക് വീട്ടു ജോലി അത്യാവശ്യത്തിനുണ്ടാവും. എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. എന്നാലും ചെറിയൊരു വരുമാനമൊക്കെ കിട്ടിയാൽ നമ്മളെ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷമൊക്കെ അല്ലേ. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയണത് തന്നെയാണത്. പിന്നെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് ഭർത്താക്കന്മാരെ ജോലി മാത്രം പോരാ അല്ലേ. ശരിക്കും നല്ലൊരു അത്യാവശ്യം നല്ല ലാവിഷായിട്ട് ജീവിക്കണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഹസ്ബൻഡിനും വൈഫിനും ഒക്കെ ജോലി ഉണ്ടെങ്കിൽ തന്നെ കഴിയുള്ളൂ. പ്രത്യേകിച്ച് 2-3-4 കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാവുമ്പോൾ ആരും ഓർക്ക് നമ്മൾ വിചാരിച്ച പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാനും അതേപോലെ ഓലെ വിദ്യാഭ്യാസത്തിനും ഒക്കെ പൈസ അത്യാവശ്യം വേണമല്ലോ. അപ്പോൾ രണ്ടാളും അധ്വാനിച്ചിട്ടാവുമ്പം നല്ല രീതിയിൽ തന്നെ അങ്ങനെ പോയിക്കോളും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതേപോലെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർ ഈ മേഖല തന്നെ തിരഞ്ഞെടുക്കണം എന്നില്ല. അവനാൻ ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നോക്കി തിരഞ്ഞെടുത്ത് എന്തെങ്കിലുമൊക്കെ വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിന് ഡേറ്റും കാലമൊന്നും കുറിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുടങ്ങാം എപ്പോഴാണോ നമ്മളെ മനസ്സിലാകെ തോന്നിക്കണമെന്ന് വെച്ചാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാതെ ആരും നമുക്ക് അത് ഈ എടുത്തോന്ന് പറഞ്ഞാണ്ട് ആരും കൊണ്ടുവന്ന് തരില്ല. നമുക്ക് നമ്മൾ അധ്വാനിച്ച് തന്നെ ജീവിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെ ബിരിയാണി ഇവിടെ ദമ്മിലായിട്ടോ. ബിരിയാണിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് കനലൊക്കെ മേലേക്ക് കോരിയിട്ടിട്ടുണ്ട്. അതേപോലെ അടിയിൽ തീയും കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവി ഇങ്ങനെ വരുമ്പം ഞാൻ ഇപ്പോൾ മൈദ തേച്ചാണ്ട് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ അത് പൊട്ടിയിട്ട് ആവി പുറത്തേക്ക് വരും. ആ സമയത്ത് തീ കെടുത്തി കൊടുക്കും കേട്ടോ. അങ്ങനെ ആവിയൊക്കെ വന്നു. മേലൊരു വെയിറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. തീയൊക്കെ കത്തിച്ചലൊക്കെ കഴിഞ്ഞിട്ടോ. അങ്ങനെ ബിരിയാണി ദമ്മിലായി. പിന്നെ സാലഡൊക്കെ പാത്രത്തിലാക്കി, അച്ചാറും കൊടുക്കും നമ്മൾ. അച്ചാറും പാത്രത്തിലാക്കി. അപ്പോൾ ഇന്നത്തെ കാറ്ററിങ് നല്ല ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ അവരൊരു 11 മണിക്കൊക്കെ വരുമെന്ന് പറഞ്ഞതിന് ശേഷം 11 മണിക്കൊന്നും എത്തിയില്ല, എന്നാലും നമ്മളെ ഫുഡായിട്ടോ. പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഓരോ ഫുഡ് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.